പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. വനിതാ സഖാക്കളുടെ മോർഫ് ചെയ്ത ചിത്രം നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച SFIയുടെ മുൻ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗവും DYFIയുടെ കുന്നിക്കോട് ഏരിയ കമ്മിറ്റി അംഗവുമായ അൻവർ ഷായ്ക്കെതിരെ LDFിലെ മുതിർന്ന വനിതാ നേതാവിൻ്റെ പരാതിക്ക് ഇടയായ ഒരു സാഹചര്യം കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ടെലഗ്രാം എന്ന നവമാധ്യമം ഉപയോഗിച്ച് SFIയിലെ വനിതാ സഖാക്കളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയും ആ പോസ്റ്റിനടിയിൽ വളരെ അറക്കുന്ന തരത്തിലുള്ള അശ്ലീല കമൻറ്റുകൾ ഇടുകയും ചെയ്തു. ഈ വിഷയം ഗ്രൂപ്പിലുള്ള നിരവധിയായ DYFIയുടെയും SFIയിലെ സഖാക്കൾ കാണാൻ ഇടയാകുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും യാതൊരുവിധമായ പ്രതികരണങ്ങൾ നടത്തുവാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു സംഗതി തന്നെയാണ്. സ്ത്രീ ശാക്തീകരണത്തെപ്പറ്റി വളരെയധികം വിപ്ലവകരമായ പ്രസ്താവന നടത്തുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് DYFIയും SFIയും അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങൾ. അത്തരത്തിലുള്ള പ്രസ്ഥാനത്തിനാണ് അതിലെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ ഭാഗത്തും ഇത്രയും അപക്വമായ രീതിയിലുള്ളതും വളരെ വൃത്തികേടായ രീതിയിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടായെന്നുള്ളത് സമൂഹം വളരെ ഞെട്ടലോടുകൂടിയാണ് കാണുന്നത്. ഇന്ന് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളായ മനോരമയിലും മാതൃഭൂമിയിലും അടക്കം, അതുപോലെ സോഷ്യൽ മീഡിയയുടെ അടക്കം ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയുടെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ നാട്ടിലെ ജനങ്ങളെല്ലാം ഇത് കേട്ട് വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ സംഭവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് പുറത്തു വരാൻ ഇടയായ ഒരു സാഹചര്യം വാർത്ത24 പരിശോധിച്ചപ്പോൾ തിരക്കിപ്പോൾ അറിയാനിടയായ സാഹചര്യം, ഒരു വെട്ടിക്കവരെയുള്ള പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ കുന്നിക്കോട് ഏരിയയിൽപ്പെട്ട വെട്ടിക്കവരെയുള്ള ഒരു SFI സഖാവിൻ്റെ പടം ഇത്തരത്തിൽ മോർഫ് ചെയ്ത് ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുകയും ആ SFI വനിതാ സഖാവിൻ്റെ ആൺ സുഹൃത്ത് ഇത് കാണാനിടയാകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആൺ സുഹൃത്ത് ആ കുട്ടിയോട് വിവരങ്ങൾ ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ മറ്റും ആരും അറിയാതെ ഈ ഗ്രൂപ്പിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും ചെയ്തു. ആഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി ആ ഗ്രൂപ്പിലുണ്ടായ മുഴുവൻ സംഗതികളും സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് കൊല്ലം ജില്ലയിലെ CPMൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് അടക്കം പരാതി കൊടുത്തു എന്നാണ് നമ്മൾക്കറിയാൻ സാധിച്ചത്. ഇതൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയും നമ്മൾ തിരക്കിയ അടിസ്ഥാനത്തിലുമാണ്. നമ്മുടെ കയ്യിൽ അത്തരത്തിലുള്ള തെളിവുകൾ മാധ്യമങ്ങളിൽ വന്ന കട്ടിങ്സ് മാത്രമാണ്. പക്ഷേ എന്നിട്ട് ആ പരാതി ഒതുക്കി തീർക്കുവാനാണ് CPM നേതൃത്വം ശ്രമിച്ചത് എന്നത് വളരെ നിർഭാഗ്യകരമാണ്. ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെന്റിൽ വനിതകൾക്ക് 50% സംവരണം വേണമെന്ന് വളരെയധികം സംവരണം വേണമെന്നുള്ള കാര്യം കേരള സമൂഹത്തിലും ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് വനിതകൾക്കെതിരായ ഇത്തരത്തിലുള്ള ഒരു നവമാധ്യമങ്ങൾ നടക്കുന്ന ആക്രമണം, അതിൽ ഒരു പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനമായ CPM അടക്കമുള്ള ആളുകൾ ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ള പത്രമാധ്യമങ്ങളിലെ വാർത്ത കേരളീയ സമൂഹം വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് കാണുന്നതിൽ യാതൊരു സംശയമില്ല. SFIയുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളീയ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും തൊട്ടടുത്ത് ലോക്സഭാ ഇലക്ഷന് മുമ്പ് CPMൻ്റെ ജയസാധ്യതകൾക്ക് പോലും മങ്ങലേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണ് വയനാട് വൈത്തിരി കോളേജിൽ ഒരു SFIയുടെ പ്രവർത്തകനായ സിദ്ധാർത്ഥിനെതിരെ നടന്ന ക്രൂരമായ ആക്രമണം. അതും SFIയുടെ ആളുകൾ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതികൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് സ്വദേശിയായ SFIയുടെ നേതാവായ കുളപ്പാടം സ്വദേശി വിളക്കട് പഞ്ചായത്തിലെ കുളപ്പാടം സ്വദേശിയായ അൻവർ ഷായ്ക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാതി ഉയർന്നു വന്നത്. അദ്ദേഹം ആവണീശ്വരം സർവീസ് സഹകരണ ബാങ്കിന്റെ താൽക്കാലിക ജീവനക്കാരനാണ്. ആ ജീവനക്കാരൻ ആയപ്പോൾ അവിടുത്തെ കുട്ടികളുടെയും ആ ബാങ്കിൽ ജോലി ചെയ്ത ആളുകളുടെയും ചിത്രത്തിലുള്ള ചിത്രം മോർഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും അതിനിടയിൽ വ്യക്തിഗത കമന്റുകൾ പറയുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചത്. അതിലേറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പല കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഒരു കാര്യം അറിയാൻ സാധിച്ചത്, SFIയുടെയും DYFIയുടെയും വനിതാ സഖാക്കളെ മാത്രമല്ല, ആ പ്രദേശത്തുള്ള LDFിൻ്റെ മുതിർന്ന വനിതാ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ പോലും ഇത്തരത്തിൽ മോർഫ് ചെയ്ത് പോസ്റ്റ് ഇടുകയും അതിനടിയിൽ അശ്ലീലകമായ കമന്റുകൾ ഇട്ട് ആസ്വദിക്കുകയും ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന സംഭവമാണ് നമുക്കറിയാൻ സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് CPIയുടെ വനിതാ നേതാവ് കഴിഞ്ഞ ദിവസം റൂറൽ SPക്ക് പരാതി കൊടുക്കുകയും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നറിയാൻ സാധിക്കും. ഇത്രയും പരാതികൾ ഉയർന്നു വന്നപ്പോൾ ആണ് CPM ഇത് പരിശോധിക്കുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്നാണ് അറിയാൻ സാധിച്ചത്. DYFIയുടെ ഔദ്യോഗികമായ സ്ഥാനങ്ങൾ അദ്ദേഹം തുടരുന്നു എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഔദ്യോഗികമായി ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയോ എന്നുള്ള ഒരു വാർത്താക്കുറിപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും DYFIയുടെ
കുന്നിക്കോട് ഏരിയയിലെ നേതാക്കന്മാർ പറയുന്നില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തുള്ള ആളുകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്യുന്ന കാര്യത്തിൽ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തപ്പോൾ അതിനെ ഒത്തുതീർപ്പ് നടത്തി അത് ഒരു രമ്യമായി പരിഹരിക്കാൻ ആണ് CPM-ന്റെ ആളുകൾ ശ്രമിച്ചു എന്നുള്ളത് വളരെ മോശകരമായ സംഗതിയായി പോയി എന്നാണ് വാർത്ത 24 പറയാനുള്ളത്. എന്തായാലും ഇത്തരം ആളുകളെ കൃത്യമായ രീതിയിൽ സമൂഹത്തിൽ കൊണ്ടുവന്ന് നിയമപരമായി ശിക്ഷ നടപ്പിലാക്കുവാനുള്ള സമീപനങ്ങൾ ഒരു പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമോ അല്ലെങ്കിൽ പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് പോകുന്ന CPM ശ്രമിക്കണം. അല്ലെങ്കിൽ SFI-യുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് CPM അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വളരെയധികം മോശകരമായ ഒരു അവസ്ഥ സമൂഹത്തിന്റെ ഇടയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ അതിലേക്കാട്ട് ഞെട്ടിക്കുന്ന മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം ജില്ലയിൽപ്പെട്ട കരുനാഗപ്പള്ളിയിൽ ഭാഗത്തുള്ള പാർട്ടിയുടെ ധീര രക്തസാക്ഷിയായ ആളുകളുടെ കുടുംബത്തിലെ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ പോലും ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെട്ടു എന്ന് പറയുന്നത് വളരെ ഗൗരവകരമായി എടുക്കേണ്ട സംഗതിയാണ്. CPM അടക്കമുള്ള ആളുകൾ എന്നത് യാതൊരു തർക്കവുമില്ല. ഈ വിഷയത്തിൽ ശക്തമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അൻവർ സായുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ല എന്നാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. എന്തായാലും കുന്നിക്കോട് പോലീസിന് നേതൃത്വത്തിലുള്ള ശക്തമായ അന്വേഷണം നടക്കുന്നുണ്ട്. റൂറൽ എസ്.പിക്ക് LDF-ലെ ഒരു വനിതാ സഖാവ് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ഘടകകക്ഷിയായ LDF-ലെ ഒരു പ്രമുഖ ഘടകകക്ഷിയുടെ വനിതാ നേതാവ് പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും അന്വേഷണം നടത്തട്ടെ. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ CPM ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കുറച്ചുകൂടി ജാഗ്രത പുലർത്തി SFI-യെ നിയന്ത്രിച്ച് നിർത്താനുള്ള ഒരു നടപടി ഉണ്ടായില്ല എങ്കിൽ ഈ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷത്തിന്റെ മുഴുവൻ യുവജന സംഘടനകൾക്കും അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാകെ അപമാനകരമായി ഒരു സംഗതിയായി പോയി എന്നൊരു തർക്കവുമില്ല. അപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ക്യാമറാമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.